റീൽസ് ബി ഫോറച്ചിലേക്ക് സ്വാഗതം. ഇവിടെ ഒരാൾ മീൻ പിടിക്കുന്നു. കരിമീൻ. അടിയിൽ പോയി ചൂണ്ട കോർത്ത് പിടിക്കുന്നു. മുങ്ങി അടിയിൽ ചെന്നിട്ട് കരിമീൻ, പേൾ സ്പോട്ട് ഫിഷ്, ജീവനുള്ളത്. ചെറിയ ചൂണ്ടയുമായി വെള്ളത്തിൽ മുങ്ങി അടിയിൽ ചെന്നാണ് പിടുത്തം. അതിസാഹസികമായ മീൻപിടുത്തം. ശ്വാസമടക്കി പിടിച്ച് നല്ല കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രം പറ്റുന്ന മീൻപിടുത്ത രീതിയാണിത്. മീൻ നിൽക്കുന്ന അടിയിൽ ചെന്ന് മീനെ കോർത്തെടുക്കുന്നു. തവണ കിട്ടിയില്ല. ആദ്യ റൗണ്ട് ഒരെണ്ണം കിട്ടി. വലിയ കരിമീനായിരുന്നു. അടിയിൽ നിൽപ്പുണ്ടോ? വളരെ എക്സ്പേർട്ടായിട്ടുള്ള മീൻപിടുത്തക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു പരിപാടിയാണിത്. എല്ലാവർക്കും അത്ര എളുപ്പമല്ല. അടിയിലേക്ക് പോവുകയാണ്. ഇത് ബോട്ട് നിർത്തുന്ന ബോട്ട് സ്റ്റോപ്പാണ്. പുള്ളി അത്തൂണയിൽ കാലുടക്കി പിടിച്ച് തലയും കുത്തി നിൽക്കുകയാണ്. അടിയിൽ കരിമീനുണ്ടെന്ന് തോന്നുന്നു. വളരെ സാഹസികമായ പരിപാടി. കിട്ടില്ല, ഈ ചാൻസും കിട്ടിയില്ല. ഈ മീൻപിടുത്തക്കാരനെ സമ്മതിച്ചിരിക്കുന്നു. മീനെ അതിൻ്റെ മാളത്തിൽ ചെന്ന് കുടുക്കിയെടുക്കുന്ന രീതിയാണ്. വീണ്ടും മുങ്ങുകയാണ്. മീൻ കൊണ്ടുപോകാതെ അതൊന്ന് കാണിച്ചിട്ടുണ്ടോ? ഇത് പുതിയൊരു ദേവാലയം ഈയിടെ പണി കഴിപ്പിച്ചതാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ഇതിൻ്റെ കുദാശാകർമ്മങ്ങൾ. ചെമ്പിൽ പള്ളി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. കൈനഗിരിയിലെ ആയിരവേലി ഭാഗത്തുള്ള പള്ളിയാണിത്. പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുന്ന മാതാവ് ഉണ്ണിയേശു ഇവിടെ ഇരിക്കുന്നു. ഇതിൻ്റെ ചുവട്ടിലാണ് മീൻപിടുത്തം. മാതാവ് ഉണ്ണിയേശുവും ഇവിടെ ഇരിപ്പുണ്ട്. പ്രാർത്ഥിച്ചാൽ ഉറപ്പായി അത്ഭുതം നടക്കുന്നൊരു സ്ഥലമാണിത്. സംശയമുള്ളവർക്ക് പ്രാർത്ഥിച്ച് നോക്കാവുന്നതാണ്. ചെമ്പിപ്പള്ളി, ആയിരവേലി ജെട്ടിക്ക് സമീപം. മനോഹരമായ നദി. ബോട്ടിൻ്റെ സ്റ്റോപ്പാണ്. ഇതിന് താഴെയാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. തുണയൊന്നും കിട്ടിയില്ല.
വെള്ളത്തിനു അടിയിലേക്ക് തലകുത്തനെ നിന്നുകൊണ്ടാണ് മീൻപിടുത്തം. വിരലിൻ്റെ തുമ്പിൽ ചൂണ്ട വെച്ചുകൊണ്ട് താഴെ കരിമീനെ കുടുക്കിയെടുക്കുന്നു. തുണയും കിട്ടില്ല. മൊത്തം 10 എണ്ണം കിട്ടി. 7-8 മീൻ ഇന്ന് കിട്ടി. അത് നല്ല ക്യാച്ചാണ്, സൂപ്പർ ക്യാച്ച്. കരിമീന് 1 കിലോ 500 മുതൽ വലിപ്പം അനുസരിച്ച് വിലയുണ്ട്. നല്ല ഒരു മീൻപിടുത്തക്കാരൻ വീണ്ടും വെള്ളത്തിനടിയിലേക്ക് പോയിരിക്കുന്നു. ഇത് ബോട്ട് സ്റ്റോപ്പാണ്. ഇതിനടിയിലാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ബോട്ട് ജെട്ടി. രക്ഷയില്ല. അടുത്ത പരിപാടി വലയിടിയിലാണ്. കയ്യിൽ ചൂണ്ടയിട്ടിട്ട് കിട്ടാഞ്ഞതിനാൽ വലയിട്ട് പരീക്ഷണം നടത്താൻ പ്ലാൻ ചെയ്യുന്നു. നല്ല ടൈം എടുത്ത് അടിയിൽ മുങ്ങിക്കിടക്കുന്നു. ശ്വാസകോശത്തിന് നല്ല കപ്പാസിറ്റിയുള്ള ഒരു മനുഷ്യനാണിത്. ഷോട്ടോ, രക്ഷോട്ടോ. വലുതാണോ? കരിമീൻ പറ്റിച്ചിട്ട് പോയി എന്നാണ് പറഞ്ഞത്. വലിയ കരിമീനുണ്ടായിരുന്നു. വളരെ ആഴത്തിലേക്ക് ആശാൻ പോയിരിക്കുകയാണ്. കാലിൻ്റെ വെള്ളം മാത്രം കാണാം. രക്ഷയില്ല, ആൾ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ടൈം. ഗോഡ് ബ്ലെസ് യു ഓൾ. എനിക്ക് പോകാനുള്ള ബോട്ട് വരുന്നതിനാൽ ഇന്നത്തെ മീൻപിടുത്തത്തിൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പോകുന്നു. ഇതാണ് എൻ്റെ യാത്രാവാഹനം. മറ്റേ ആശാൻ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടായി കാലിൻ്റെ തുമ്പ് മേളിൽ കാണാം. രക്ഷപ്പെട്ടില്ല. ഇതെൻ്റെ വാഹനം. എനിക്ക് പോകാനുള്ള യാത്രാവാഹനം എത്തി. ഇതിൽ കയറിയാണ് പോകേണ്ടത്. താങ്ക് യു.